السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മുടെ ദർസും നമ്മുടെ തഅല്ലുമ തഅലീമ ഖിദ്മാത്തുകൾ മുഴുവനും അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു പരിഹരിക്കട്ടെ. ഒരുപാട് പഠിതാക്കൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദി അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു അൻഹു വല്ലാത്ത മനസ്സിൽ തട്ടുന്ന ഉപദേശങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ആശ്രിതർ അള്ളാഹ് അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. ഇനി മൂന്നാമത്തത് ഗസാലിമാവ് പറയാണ്, മിമ്മാ തദഉ, ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം അല്ലാ തുഖാലിത്തൽ ഉമറാ വസ്സലാത്തീൻ, അധികാരി വർഗത്തോട് നീ ലയിക്കാൻ പാടില്ല. വലാ തറാഹും, അവരെ കാണാനും പാടില്ല. അധികാരികളോട്, അധികാരത്തിൻ്റെ ഹുങ്കുമായി നടക്കുന്ന ആളുകൾ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അധികാരത്തിൻ്റെ ഹുങ്ക് പിടിച്ച് നടക്കുന്ന ആളുകളോട് നീ കൂടിക്കലരാനോ അവരെ കണ്ട് സംസാരിക്കാനോ പാടില്ല. ലിഅന്ന റുഅയതഹും, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ നിങ്ങൾ, ലിഅന്ന റുഅയതഹും, അവര് ഈ നേതാക്കന്മാരും അധികാരികളൊക്കെ നമ്മൾ കാണല്, വമുജാലസതഹും, അവരുടെ കൂടെ ഇരിക്കലും, വമുഖാലതതഹും, അവരുടെ കൂടെ ലയിക്കലും ആഫത്തുൻ അളീമ, വലിയ അപകടമാകുന്നു. ഓ വല്ലാതെ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ MLA-മാരെയോ MP-മാരെയോ കാണാൻ പാടില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്നല്ല. അവരുടെ ദീൻ പൊളിക്കുന്ന സ്വഭാവം ഉണ്ടാവും ഇത്തരക്കാർക്ക്. അതിൽ ഒരു അണു അളവ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇസ്ലാമിൻ്റെ വിഷയങ്ങളിൽ അവരിടപെടുമ്പോൾ മതപണ്ഡിതന്മാർ അത് പോയി അവരുടെ അകത്തളത്തിൽ പോയി അത് തിരുത്തൽ അത്യാവശ്യമാണ്. അതിനെ പറ്റിയല്ല കേട്ടോ ഈ പറയുന്നത്. അവർ മതം പൊളിക്കുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഓശാന പാടുന്ന സ്വഭാവം, അത് ആഫത്തുൻ അലീമത്താണ് എന്ന് ഗസാലിമാവ് പറയുന്നത് എത്ര കൃത്യമാണ്. വലവിബ്തുലീത ബിഹാ, ഇനി അങ്ങനെ പരീക്ഷിക്കപ്പെട്ടാൽ ഓല കൂടെ ഇരിക്കേണ്ടി വരലും ഓല കൂടെ താമസിക്കേണ്ടി വരലും അവരോട് കൂടിക്കലരിലൊക്കെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഒരാൾക്ക് വന്നാൽ അൻക മദ്ഹഹും വസനാഅഹും, എന്നാൽ അവരെ പുകഴ്ത്താതിരിക്കുക. ലിഅന്നല്ലാഹ തആല യഗ്ളിബു ഇദാ
ഇദാ മുദിഹൽ ഫാസിഖു വല്ലാലിം, അക്രമികളെ അല്ലെങ്കിൽ തെമ്മാടികളെ മദ്ഹ് ചെയ്താൽ അള്ളാഹുവിന് ദേഷ്യമാണ്. അക്രമിയായ ഭരണാധികാരി അവൻ്റെ മുന്നിൽ മദ്ഹ് ചെയ്താൽ, അവൻ്റെ സമീപത്തോ അല്ലെങ്കിൽ സമീപത്തല്ലാത്ത അവസ്ഥയിലൊക്കെ മദ്ഹ് ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ്. അള്ളാഹുവാണല്ലോ മാലിക്കുൽ മുലൂക്ക്, പിന്നെന്തിനാ ഇവനെ പേടിച്ച് മദ്ഹ് പറയുന്നത്? വമൻ ദആ ലിതൂലി ബഖാഇഹിം, അത്തരക്കാരുടെ അക്രമികളായ ഭരണാധികാരികളുടെ ദീർഘായുസ്സിനു വേണ്ടി ആരെങ്കിലും ദ്വാരന്നു കൊടുത്താൽ ഫഖദ് അഹബ്ബ അൻ യഅ്സിയല്ലാഹ ഫീ അർളിഹി, അവൻ അള്ളാഹ്ക്ക് എതിര് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഫീ അർളിഹി, അള്ളാന്റെ ഭൂമിയിൽ വെച്ച്. ഈ ഭൂമി ആ ഭൂമിൻ്റെ അധികാരം ഈ പ്രധാനമന്ത്രിക്കല്ല, ഈ പ്രസിഡന്റിനല്ല, ഈ മുഖ്യമന്ത്രിക്കല്ല, ഈ മന്ത്രിമാർക്കോ MP-മാർക്കോ MLA-മാർക്കോ മെമ്പർമാർക്കോ അല്ല, മറിച്ചത് അള്ളാഹുവിൻ്റെ അധികാരമാണ്. അതുകൊണ്ട് ഇത്തരക്കാർ അക്രമികളായ ഭരണാധികാരികളെ വെള്ളപൂശാൻ നിൽക്കുന്നത് വലിയ അപകടമാകുന്നു. ഇതാണ് സയ്യിദി അബി ഹാമിദിനിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് മൂന്നാമതായി പറയാനുള്ള ഉപദേശം. വറാബിഉ, നാലാമത്തെ, മിമ്മാ തദഉ, നീ ഒഴിവാക്കേണ്ട നാലാമത്തെ കാര്യം മോനെ, അല്ലാ തഖ്ബല ശൈഅൻ മിൻ അതാഇൽ ഉമറാഇ വഹദായാഉം, ഉമറാക്ക് നേതാക്കന്മാര് അധികാരികൾ എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ തന്നാൽ അത് സ്വീകരിക്കാതിരിക്കണം. വൈൻ അലിംത അന്നഹാ മിനൽ ഹലാലി, അത് ഹലാലാണെന്നറിഞ്ഞാലും ഒഴിവാക്കലാണ് വേണ്ടത്. ലിഅന്ന ത്വമഅ മിൻഹും, അവരോടുള്ള ആഗ്രഹം, യുഫ്സിദുദ്ദീന, അത് പരിശുദ്ധമായ ദീനിനെ കേടുവരുത്തും. അധികാരി വർഗത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റിയാൽ, അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാൽ അവർക്കനുസരിച്ചൊക്കെ ദീന് പറയേണ്ടി വരും. അത് അപകടമാണ്. അങ്ങനെയാണല്ലോ പലതും നടക്കുന്നത് ഇന്ന്. ലിഅന്നഹു യതവല്ലദു മിൻഹുൽ മുദാഹന, ഒരു മയപ്പെടൽ വരും. വമുറാഅതു ജാനിബിഹിം, അവരുടെ ഭാഗം നമ്മളൊന്ന് പരിഗണിക്കും. വൽ മുവാഫഖതു ഫീ ദുൽമിഹിം, അവരുടെ അക്രമത്തിനൊക്കെ നമ്മളിങ്ങനെ തലയാട്ടി ഇരിക്കേണ്ടി വരും. അവരുടെ അനീതിക്ക് കൂട്ടുനിൽക്കേണ്ടി വരും. അവരുടെ അക്രമങ്ങൾക്ക് നമ്മൾ നോ പറയാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥ വരും. അതുകൊണ്ട് ഓലോട് അടുക്കുകയോ, അക്രമികളായ അധികാരികളുടെ അവര് സീറ്റ് വെച്ച് തന്നാൽ, ഒരു സീറ്റ് ഓഫർ ചെയ്താൽ, ഒരു മന്ത്രിസ്ഥാനം ഓഫർ ചെയ്താൽ അതിൽ കുടുങ്ങരുത്. അല്ലാഹു അല്ലാഹു അല്ലാഹ്. വഹാദാ കുല്ലുഹു ഫസാദുൻ ഫിദ്ദീൻ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വഹാദാ കുല്ലുഹു ഫസാദുൻ ഫിദ്ദീൻ, ഇത് മുഴുവനും ദീന് ഫസാദാക്കുന്ന കാര്യങ്ങളാണ്. നല്ലോണം കരുതിയിരിക്കണം. അവരുടെ എന്തെങ്കിലുമൊക്കെ വരായികൾ, അവരുടെ ആനുകൂല്യങ്ങൾ നമ്മൾ പറ്റിയാൽ അവരിങ്ങനെ ദീനിനെ ആക്രമിക്കും. നമുക്കൊന്നും പറയാൻ പറ്റൂല, അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പറ്റൂല. അവരുടെ ആനുകൂല്യങ്ങൾ പറ്റുമ്പോൾ, ആനുകൂല്യമൊന്നും പറ്റാത്തവന് ഒന്നും നഷ്ടപ്പെടാനില്ല. മേൽക്ക് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി, ഇതിനെല്ലാം പടച്ചവൻ അള്ളാഹു, അവനിഷ്ടപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലിയാ, ഈ രൂപത്തിലുള്ള ഒരു ശൈലിയെ അവനുണ്ടാവുകയുള്ളൂ. അവൻ അധികാരി വർഗത്തിന് കീഴ്പ്പെട്ടു കൊടുക്കൂല. നേരെ മറിച്ച് അവരുടെ
അവരുടെ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഒരാളായി മാറും. ഓല് ചെയ്യുന്ന എല്ലാ വേണ്ടാത്തരങ്ങൾക്കും നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അധികാരി വർഗവും അക്രമികളായ അധികാരികളും അതുപോലെ ഉമറാക്കളും നേതാക്കളും അള്ളാഹു നമ്മെ അത്തരം കെണിവലകളിലൊന്നും പെടുത്താതിരിക്കട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ഹക്ക് പോലെ പ്രവർത്തിക്കാനും വലിയ തൗഫീഖും വലിയ മനസ്സും വലിയ ധൈര്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.